2 വർഷത്തിനുള്ളിൽ 3.5 കോടി തൊഴിൽ ലക്ഷ്യമിട്ട് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുമായി കേന്ദ്ര സർക്കാർ. 1.07 ലക്ഷം കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ സർക്കാർ 15,000 രൂപ വരെ നൽകുന്നതാണ് പദ്ധതി. പുതിയ അവസരങ്ങൾ നൽകുന്ന തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് പ്രതിമാസം 3,000 രൂപ വരെ പ്രോത്സാഹനം നൽകും. ഇങ്ങനെ ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ ഗുണമുള്ളതാണ് പദ്ധതി. 2024-25 കേന്ദ്ര ബജറ്റിലാണ് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ അവസരങ്ങൾ സുഗമമാക്കുന്നതിനായി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. 4.1 കോടി യുവാക്കളെ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച 5 പദ്ധതികളുടെ പാക്കേജിന്റെ ഭാഗമാണ് ELI പദ്ധതി. രാജ്യത്തെ എല്ലാ മേഖലകളിലും തൊഴിൽ സൃഷ്ടിക്കൽ വർദ്ധിപ്പിക്കുക, തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ വ്യാപിപ്പിക്കുക, ഉൽപാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. EPFOയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പാക്കുകയെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ELI will be focused on the manufacturing sector. इसके 2 पार्ट्स हैं. पार्ट 1 है फर्स्ट टाइमर्स के लिए, पार्ट 2 है जो कि सस्टेन्ड एम्प्लॉयमेंट के लिए सपोर्ट करे. दोनों पे मैं डिटेल में आता हूँ. पार्ट 1 जो सपोर्ट टू फर्स्ट टाइमर्स, हम सब जानते हैं कि फर्स्ट टाइमर्स को बहुत सारी डिफिकल्टीज फेस होती है जब वो जॉब सर्च में जाते हैं. एक्सपीरियंस वाले को हमेशा एक प्रायोरिटी मिलती है, कॉस्ट भी लगती है एक जॉब सर्च में. उन सब को ध्यान में रखते हुए फर्स्ट टाइमर्स के लिए 1 महीने तक की सब्सिडी, 1 महीने की सैलरी के बराबर सब्सिडी अप टू अ लिमिट ऑफ मैक्सिमम 15,000 रुपीज़ ये दी जाएगी, जो कि 2 इंस्टॉलमेंट्स में होगी. 6 महीने और 12 महीने के बाद में दी जाएगी. 2025 ഓഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകൾക്കാകും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക സഹായവും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാരെ ലക്ഷ്യമിട്ടാണിത്. ഇവർക്ക് 1 മാസത്തെ EPF വേതനം പരമാവധി 15,000 രൂപ ഇൻസെന്റീവായി നൽകും. 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജീവനക്കാർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കും. ആദ്യ ഗഡു 6 മാസത്തെ സേവനത്തിന് ശേഷം നൽകും. രണ്ടാം ഗഡു 12 മാസത്തെ സേവനത്തിന് ശേഷവും സാമ്പത്തിക സാക്ഷരതാ പരിപാടിയിൽ പങ്കെടുത്ത ശേഷവുമാണ് ലഭിക്കുക. സമ്പാദ്യശീലം വളർത്താൻ പ്രോത്സാഹനത്തിന്റെ ഒരു ഭാഗം നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന അക്കൗണ്ടിലെ നീക്കിയിരിപ്പ് സംവിധാനത്തിൽ സൂക്ഷിക്കും. ജീവനക്കാരന് അത് പിന്നീട് പിൻവലിക്കാനാകും. ആദ്യമായി ജോലി ചെയ്യുന്ന ഏകദേശം 1.92 കോടി പേർക്ക് പ്രയോജനം ലഭിക്കും. പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് യുവാക്കൾ നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ജോലി അന്വേഷിച്ച് നടക്കുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ളത് എന്താണ്, ഈ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പദ്ധതി എത്രയും വേഗം നടപ്പിലാകട്ടെ എന്നും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയട്ടെ എന്നുമാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ സർക്കാർ ഈ സ്കീം കൊണ്ടുവന്നാൽ ഞങ്ങളെ പോലുള്ളവർക്ക് അതൊരു ഹെൽപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഈ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ യങ്ങേഴ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെയുള്ള യങ്ങേഴ്സ് കൂടുതൽ അബ്രോഡ് പോകാനുള്ള ഒരു ഇത് നോക്കുന്നത്. അവിടുത്തെ ഒരു ജോബ് അവൈലബിലിറ്റി, സാലറി, അതിൻ്റെയൊക്കെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ ഒരു സ്കീം ഇവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള കുറേ യങ്സ്റ്റേഴ്സിന് കുറേ ജോബ് കിട്ടും. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും അവരുടെ തൊഴിൽ നിലനിർത്താനും തൊഴിലുടമകളെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ രൂപകൽപ്പന. നിർമ്മാണ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അധികമായി സൃഷ്ടിക്കപ്പെടുന്ന ഈ അവസരത്തിന് ഓരോ അധിക ജീവനക്കാരനും 2 വർഷത്തേക്ക് സർക്കാർ തൊഴിലുടമകൾക്ക് പ്രതിമാസം 3,000 രൂപ വരെ പ്രോത്സാഹനം നൽകും. നിർമ്മാണ മേഖലയിലെ തൊഴിലുടമകൾക്ക് 3-ാമത്തെയും 4-ാമത്തെയും വർഷങ്ങളിലേക്കും പ്രോത്സാഹനം വ്യാപിപ്പിക്കും. EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50 ജീവനക്കാരിൽ താഴെയുള്ള സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 പേരെയും അതിനു മുകളിലുള്ളവർ 5 പേരെയും അധികമായി എടുക്കണം. ഇതുവഴി ഏകദേശം 2.6 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. തൊഴിലുടമകളും പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലോട്ട് വന്നാലല്ലേ ഞങ്ങളുടെ ബിസിനസ്സും ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ മാക്സിമം വരുത്തുക ഈ ഫീൽഡിലോട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സ്
ഇത്രയും ഗവൺമെൻറ് സബ്സിഡിയൊക്കെ അവൈൽ ചെയ്തുകൊണ്ട് അവരൊരു വ്യവസായം തുടങ്ങുന്നതല്ലേ നല്ലത്. പദ്ധതിക്കായുള്ള മൊത്തം ബജറ്റ് വിഹിതം 99,446 കോടി രൂപയാണ്. 10,000 രൂപ വരെ ശമ്പളത്തിന് പരമാവധി 1,000 രൂപയും 20,000 രൂപ വരെയുള്ള ശമ്പളത്തിന് 2,000 രൂപയും 20,000 മുകളിൽ 3,000 രൂപയുമായിരിക്കും ആനുകൂല്യം. जो सस्टेन्ड एम्प्लॉयमेंट देते हैं 2 साल के लिए एवरी मंथ 3,000 रुपीज पर मंथ पर एम्प्लॉय, ये एक सपोर्ट मिलेगा. और जो मैन्युफैक्चरिंग इंडस्ट्रीज हैं उसमें यही सपोर्ट 4 साल के लिए मिलेगा. अप टू 3,000 रुपीज पर मंथ, ये अप टू है. इसके 3 अलग अलग स्लैब्स हैं जो कि जब लेबर एंड एम्प्लॉयमेंट मिनिस्ट्री से डिटेल आएगा. जो एम्प्लॉयर्स अपने बेस लाइन एक तय करेंगे, उस बेस लाइन से ऊपर एम्प्लॉयमेंट दे, उनको ये एलिजिबिलिटी रहेगी. जो 50 से कम वाले एस्टेब्लिशमेंट है वो 2 और एडिशनल एम्प्लॉय लगाएं तो उनको ये मिलेगी, ये सपोर्ट मिलेगा. और बाकी जो 50 से ज़्यादा वाले एस्टेब्लिशमेंट है उसमें 5 एडिशनल एम्प्लॉयमेंट देने पे ये सपोर्ट मिलेगा. ആദ്യമായി ജോലി ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യം ആധാർ ബന്ധിത പണവിതരണ സംവിധാനം ഉപയോഗിച്ച് DPT രൂപത്തിലാകും ലഭിക്കുക. തൊഴിലുടമകൾക്കുള്ള തുക പാനുമായി ബന്ധിപ്പിച്ച അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. ELI പദ്ധതിയിലൂടെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഉത്തേജിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൂടാതെ കോടിക്കണക്കിന് യുവാക്കൾക്കും സ്ത്രീകൾക്കും സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ വ്യാപിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിലാളി സമൂഹത്തിന്റെ ഔപചാരികവൽക്കരണത്തിനും പദ്ധതി പ്രാധാന്യം നൽകുന്നു. എല്ലാ തൊഴിൽ മേഖലകളിലും ഈ പദ്ധതി വ്യാപിക്കുന്നതോടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാവും രാജ്യം സാക്ഷ്യം വഹിക്കുക.